ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ എപ്പോഴും സ്തുതിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക. കാരണം അത്തരം വ്യക്തി വളരെ അപകടകാരിയാണ്. ഒന്നിനും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കുമെന്ന് സ്വയം ശപഥം ചെയ്യുക. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണ് എന്നല്ല. കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണ് എന്നാണ്. നിങ്ങൾ സന്തോഷവാൻ ആയിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് സ്വയം സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരിടത്തും നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. സന്തോഷമായിരിക്കാൻ 2 വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ചില ആളുകൾ വ്യാജ പൂക്കൾ പോലെയാണ്. അവർ അകലെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായി കാണപ്പെടുന്നു. പക്ഷെ നിങ്ങൾ അടുത്തു പോകുമ്പോൾ അവ എത്ര ഉപയോഗശൂന്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും നമുക്കുള്ള പാഠങ്ങളാണ്. ഒന്നുകിൽ എങ്ങനെ ആവണമെന്നും അല്ലെങ്കിൽ എങ്ങനെ ആകരുത് എന്നുമുള്ള പാഠം. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും കുറഞ്ഞു വരും. ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. പകരം ഇനി 1000 പേര് വന്നാലും 1000-ൽ ഒരാൾക്ക് പോലും പകരം ആവാൻ കഴിയാത്ത ചിലരുണ്ട് ജീവിതത്തിൽ. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ബന്ധങ്ങൾ സ്വർണം പോലെയാണ്, ഉടച്ചു വാർക്കാം. എന്നാൽ സൗഹൃദം വജ്രം പോലെയാണ്, എളുപ്പത്തിൽ തകരില്ല. പക്ഷേ തകർന്നാൽ പിന്നെ ചേരുകയുമില്ല. മനഃശാസ്ത്രപ്രകാരം ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് എന്തെങ്കിലും തരത്തിലുള്ള ആകർഷണം തോന്നുമ്പോൾ അയാൾക്ക് 80% തിരിച്ച് തോന്നുന്നുണ്ടാവും. പ്രകടിപ്പിക്കാൻ ആവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെയാണ്, ഉപയോഗശൂന്യം. ഓർക്കുക, ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോയെന്ന് വരാം. തുറന്നു പറച്ചിൽ നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രമാവണം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും നമുക്കെതിരെയുള്ള ആയുധങ്ങളായി മാറും. മനുഷ്യൻ 2 കാര്യങ്ങളിൽ നിസ്സഹായരാണ്. ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല, സന്തോഷം എവിടെ നിന്നും വാങ്ങാൻ കിട്ടുന്നില്ല. എന്നും കൂടെയുണ്ടാവും എന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത്.